തമിഴ് രാഷ്ട്രീയം എല്ലാ കാലത്തും സിനിമയേക്കാൾ ട്വിസ്റ്റും ക്ലൈമാക്സുകളും നിറഞ്ഞതാണ്. എന്നാൽ സമീപകാലത്തുണ്ടായ ഭരണമാറ്റത്തിന് ശേഷം തമിഴ്നാട് രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ്. നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം അധികാരം പിടിച്ചെടുത്തതിനു പിന്നാലെ തമിഴകത്ത് ഭരണ പ്രതിപക്ഷ പോര് മുമ്പെങ്ങുമില്ലാത്ത വിധം മുറുകുന്നു. അതോടൊപ്പം കുതിര കച്ചവടവും. തമിഴ്നാട്ടിൽ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. മുഖ്യമന്ത്രി ജോസഫ് വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകത്തിന്റെ സർക്കാരിനെ താഴെയിറക്കാൻ പ്രതിപക്ഷം കുതിര കച്ചവടത്തിന് ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. അധികാരത്തിലെത്തി 2 മാസം പിന്നിടുമ്പോഴാണ് ടിവികെയുടെ ഉത്തങ്കരൈ MLA എൻ ഇളയരാജ വലിയ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സർവേ നടത്തുന്ന ആളെന്ന് വ്യാജേന സമീപിച്ച ഒരാൾ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ 35 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നാണ് MLAയുടെ പരാതി. ഓഫർ നിരസിച്ചതിന് പിന്നാലെ ഭീഷണിയും നേരിട്ടതായി അദ്ദേഹം ആരോപിക്കുന്നു. ഈ പരാതിയിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിനിടെ DMK മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് കുമാറിലേക്കാണ് ചില സൂചനകൾ എത്തുന്നതെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടെ ആരോപണം കൂടുതൽ കടുപ്പിച്ച് TVKയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊരു MLAയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ലെന്നും 15ഓളം വരുന്ന TVK MLAമാരെ 10 മുതൽ 50 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നുമാണ് സംസ്ഥാന വൈദ്യുതി മന്ത്രി CT നിർമ്മൽ കുമാറിന്റെ ആരോപണം. DMK നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ നീക്കമെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ എല്ലാ ആരോപണങ്ങളും DMK തള്ളിക്കളഞ്ഞു. മറിച്ച് മുഖ്യമന്ത്രി വിജയ് തന്നെയാണ് ADMK നേതാവ് വൈക്കോയുമായി ചേർന്ന് DMK MLAമാരെ രാജിവെപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പാർട്ടി ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് പരാതി നൽകിയതായും DMK വ്യക്തമാക്കി. അതോടൊപ്പം തെളിവുകളുണ്ടെങ്കിൽ സെന്തിൽ ബാലാജിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് TVK സർക്കാരിനെ DMK വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇരു മുന്നണികളും പരസ്പരം MLAമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളിൽ പലതും ഇപ്പോഴും അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. ഔദ്യോഗിക അന്വേഷണത്തിന്റെ ഫലവും ലഭ്യമായ തെളിവുകളുമാണ് ഇനി രാഷ്ട്രീയ വിവാദത്തിന്റെ ഗതി നിർണ്ണയിക്കുക. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.